ഹായ് ഫ്രണ്ട്സ്, പുതിയ അധ്യയന വർഷത്തിൽ 9ാം ക്ലാസ്സിലേക്ക് കാലെടുത്ത് വെക്കുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഈ ഒരു അക്കാദമിക് ഇയറിൽ നിങ്ങൾക്ക് നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ ആദ്യത്തെ പാഠം മിഡീവൽ വേൾഡ് സെന്റേഴ്സ് ഓഫ് പവർ, മധ്യകാല ലോകവും അധികാര കേന്ദ്രങ്ങളും എന്ന് പറയുന്ന പാഠഭാഗത്തിലൂടെയാണ് 9ാം ക്ലാസ്സിന്റെ സോഷ്യൽ സയൻസിന്റെ ഹിസ്റ്ററിയിലെ ആദ്യ പാഠങ്ങൾ നമ്മളെ കൊണ്ടുപോകുന്നത്. അഥവാ മധ്യകാലഘട്ടത്തിൽ, ലോകത്ത് മധ്യകാലഘട്ടം എന്ന് പറയുന്ന മിഡീവൽ പീരീഡിൽ ലോകത്ത് ചരിത്രങ്ങൾ സൃഷ്ടിച്ച ഭരണാധികാരികളെ കുറിച്ച്, ലോകത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി മാറിയ ഭരണകേന്ദ്രങ്ങളെ കുറിച്ച്, അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെയുള്ള വളരെ മനോഹരമായ, പഠിക്കാൻ എളുപ്പമുള്ള, മാർക്ക് വാങ്ങാൻ സുഗമമായ പാഠഭാഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോ എന്റെ പ്രിയ കൂട്ടുകാരോട് ആദ്യമായി ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്ക് മുമ്പിലൂടെ ഈ പഠന കാര്യങ്ങൾ എത്തുന്ന ഈ ഒരു ചാനലിൽ നമ്മൾ നിങ്ങൾ അറിയേണ്ട ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഈ പഠന കാര്യങ്ങൾക്ക് പുറമെ നിങ്ങളെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾക്ക് പുറത്ത് നമ്മൾ അറിയേണ്ട, മത്സര പരീക്ഷകൾക്കൊക്കെ നമ്മൾ അറിയേണ്ട ഒരുപാട് വ്യക്തിത്വങ്ങളെ കുറിച്ച്, സ്വാതന്ത്ര്യ ചരിത്രത്തിന്റെ ചരിത്ര സംഭവങ്ങളെ കുറിച്ച്, അതുപോലെ നമ്മൾ അറിയേണ്ട പല കാര്യങ്ങളെ കുറിച്ചും സോഷ്യൽ സയൻസുമായി, നമ്മളെ പഠന വിഷയവുമായി ബന്ധപ്പെട്ട ഒരുപാട് അറിവുകൾ നമ്മൾ ഇതിലൂടെ നൽകുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ള ആളുകൾ ഈ ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്, നമ്മൾ അയച്ചു തരുന്ന, നമ്മുടെ ബന്ധമുള്ള ആളുകൾക്കൊക്കെ നമ്മൾ അയച്ചു തരുന്നത് ഈ ക്ലാസ്സുകളുടെ ലിങ്കുകൾ മാത്രമായിരിക്കും. അപ്പൊ മറ്റു ചരിത്രങ്ങളിലൂടെ സഞ്ചരിക്കാൻ, ഒരുപാട് വ്യക്തിത്വങ്ങളെ കുറിച്ച്, ലോകത്ത് നമ്മൾ അറിയേണ്ട ഒരുപാട് മഹാന്മാരെ കുറിച്ചും ചരിത്രങ്ങളെ കുറിച്ചും, ചരിത്രത്തിലെ വേദനിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതും മുഹൂർത്തങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ നിങ്ങൾക്ക് അതുവഴി കഴിയും. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊക്കെ കൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടുകൂടി പാഠഭാഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ഞാൻ പറഞ്ഞു, ലോകത്ത് മധ്യകാലഘട്ടത്തിൽ അറിയപ്പെട്ട ഭരണാധികാരികളെ കുറിച്ചും മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സെന്റേഴ്സ് ഓഫ് പവർ, അധികാര കേന്ദ്രങ്ങളെ കുറിച്ചുമാണ് നമ്മുടെ ചർച്ച. അപ്പൊ നമ്മൾ പറഞ്ഞു, മധ്യകാലഘട്ടത്തിൽ അറിയപ്പെട്ട അധികാര കേന്ദ്രങ്ങൾ. വാട്ട് യു മീൻ ബൈ മധ്യകാലഘട്ടം? എന്താണ് നിങ്ങൾ മിഡീവൽ പീരീഡ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ലക്ഷ്യമാക്കുന്നത്? ഏത് കാലഘട്ടത്തെയാണ് നിങ്ങൾ മിഡീവൽ പീരീഡ് എന്ന് വിളിക്കുന്നത്? Yes, let us find out the answer. നമുക്കറിയാം, the period between the 5th and 15th centuries CE, the common era, is known as medieval period. അപ്പൊ എന്താണ് what do you mean by medieval period എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ആശയം, ഒരു ഉത്തരമാണ് the period between the 5th and 15th centuries. 5ാം നൂറ്റാണ്ടിന്റെയും 15ാം നൂറ്റാണ്ടിന്റെയും ഇടയിലുള്ള കാലഘട്ടം, സംഭവം, ആ കാലഘട്ടങ്ങൾ, അതിനെയാണ് is known as medieval period. അതിനെയാണ് നമ്മൾ മധ്യകാലഘട്ടം എന്ന് നമ്മൾ വിളിക്കുന്നത്. യെസ്. അപ്പൊ ഈ മെഡീവൽ പീരീഡ് എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലോടത്തും 5ാം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് 15ാം നൂറ്റാണ്ട് വരെ ഇങ്ങനെ ഇതാണ് മധ്യകാലഘട്ടം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ രണ്ട് ഇതൊക്കെ ഇങ്ങനെ നിർത്തിക്കുകയാണ്. രണ്ട് ബാരിക്കേഡുകൾ അപ്പുറത്തും ഇപ്പുറത്തും വെച്ച് ചരിത്രങ്ങൾ ഇങ്ങനെ മാറ്റി നിർത്തിക്കുകയാണോ? അല്ല. ഈ കാലഘട്ടങ്ങൾ ഓരോ രാജ്യങ്ങളുടെയും ഓരോ പ്രദേശങ്ങളുടെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച്, അവരുടെ ഭരണകാലങ്ങൾക്കനുസരിച്ചൊക്കെ ഈ കാലയളവിൽ പല രാജ്യങ്ങളിലും പല പ്രദേശങ്ങളിലും മാറ്റങ്ങളുണ്ട്. എന്നാൽ പൊതുവെ മധ്യകാലഘട്ടം എന്ന് പറയുന്നത് 5ാം നൂറ്റാണ്ട് മുതൽ 15ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടമാണ്. നോക്കൂ, ഇതിനോട് ചേർത്തു നമ്മൾ വായിക്കേണ്ട ഒരു പോയിന്റ് ആണ്. By the term medieval period does not refer to the same period all over the world. ലോകത്തെ എല്ലാ പ്രദേശങ്ങളിലും, ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും, ലോകത്തുള്ള എല്ലാ ചരിത്രങ്ങളിലും മധ്യകാലഘട്ടം എന്ന് പറയുന്നത് ഈ ഒരു ടേമിൽ മാത്രം ഒതുക്കി നിർത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പൊ അതെന്തല്ല, ആ കാലഘട്ടത്തെ മാത്രമേ മധ്യകാലഘട്ടം എന്ന് നമുക്ക് പറയാൻ പറ്റൂല. എന്നാൽ പൊതുവെ നമ്മൾ മധ്യകാലഘട്ടം എന്ന് പറയുന്നത് 5 മുതൽ 15 വരെയുള്ള നൂറ്റാണ്ടാണ്. എന്നാൽ പല പ്രദേശങ്ങളിലും അവരുടെ ഭരണങ്ങളും അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ അനുസരിച്ച് മധ്യകാലഘട്ടത്തിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് ഉണ്ട് എന്നർത്ഥം. യെസ്. അപ്പൊ നമ്മൾ മധ്യകാലഘട്ടം പറഞ്ഞു. എല്ലാ കാലഘട്ടം, മധ്യകാലഘട്ടം എന്ന് പറഞ്ഞാൽ ഈ ഒരു രണ്ട് വളരെ നിശ്ചിതമായ സമയത്തിന്റെ ഉള്ളിലുള്ള കാലഘട്ടത്തെ മാത്രമല്ല എന്നും നമ്മൾ പറഞ്ഞു. അങ്ങനെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് മധ്യകാലഘട്ടത്തിലെ അധികാര കേന്ദ്രങ്ങളെ കുറിച്ചാണ്. അന്നു ചരിത്രത്തിന്റെ ഭാഗമായ, അന്നു രാജ്യഭരണങ്ങൾ നടത്തിയ, അന്ന് ചരിത്രത്തിന്റെ വിവിധ തലങ്ങളിലൂടെ സഞ്ചരിച്ച അധികാര കേന്ദ്രങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആദ്യമായി നമ്മൾ സെലക്ട് ചെയ്യുന്നത് റോമൻ സാമ്രാജ്യത്തെ കുറിച്ചാണ്. അഥവാ
പഴയ കാലഘട്ടത്തിൽ, പുരാതന കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സാമ്രാജ്യം എന്ന് വിശേഷിപ്പിച്ചിരുന്ന ചരിത്രത്തിന്റെ ഭാഗമായ റോമ സാമ്രാജ്യത്തെയാണ് നമ്മൾ ആദ്യമായി പരിചയപ്പെടുന്നത്. ഈസ്റ്റേൺ റോമൻ എംപറർ. യെസ്, നോക്കൂ നിങ്ങൾ. The Roman Empire was the largest in ancient emperor. അഥവാ പഴയ കാലഘട്ടത്തിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഭരണകേന്ദ്രമായിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു റോമൻ സാമ്രാജ്യം. അപ്പൊ ആ റോമൻ സാമ്രാജ്യത്തിലൂടെയാണ് നമ്മൾ ആദ്യമായി പോകുന്നത്. അപ്പൊ നമ്മള് റോമൻ എംപയർ വാസ് ദ ലാർജസ്റ്റ്, ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്നു. ഏത് കാലഘട്ടത്തിൽ? ആൻഷ്യന്റ് പീരീഡിൽ, ആൻഷ്യന്റ് കാലഘട്ടത്തിൽ എന്നർത്ഥം. എന്നിട്ട് പറയാണ്, അപ്പൊ ഏറ്റവും വലിയ ഒരു സാമ്രാജ്യമായിരുന്ന റോമ സാമ്രാജ്യം പിന്നീട് എങ്ങനെയാണ് ഈസ്റ്റേൺ റോമ സാമ്രാജ്യമായും അല്ലെങ്കിൽ വെസ്റ്റേൺ റോമ സാമ്രാജ്യക്കായി തരംതിരിഞ്ഞതെന്നുള്ള ആ ചരിത്രത്തിലെ ചോദ്യങ്ങൾക്ക് നമ്മൾ പറയുന്ന മറുപടിയാണ്, നിങ്ങൾ ഓർത്തുവെക്കണം, for the administrative convenience, ഭരണത്തിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടി, for the administrative convenience, ഭരണത്തിന്റെ സുഗമമായ കൊണ്ടുപോക്കിന് വേണ്ടി, എംപറർ ഡിയോക്ലിഷ്യൻ, റോമ ചക്രവർത്തിയായിരുന്ന ഡിയോക്ലിഷ്യൻ എന്ന് പറയുന്ന ചക്രവർത്തി divided it into two, ആ റോമ സാമ്രാജ്യത്തെ രണ്ടാക്കി മുറിച്ചു. കണ്ടോ? അപ്പൊ for the administrative convenience, the emperor Diocletian divided it into two. അപ്പൊ ആ വാക്കുകളും ഞാൻ പറയുന്ന വളരെ ലളിതമായ സിമ്പിൾ ആയിട്ടുള്ള വാക്കുകൾ കൂടെ നിങ്ങൾ സഞ്ചരിക്കണം. നിങ്ങൾക്ക് ആൻസർ എഴുതുമ്പോൾ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഈ വാക്കുകൾ തന്നെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയണമെങ്കിൽ നിങ്ങൾ ഞാൻ ഈ പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജും കൂടി നിങ്ങൾ യൂസ് ചെയ്ത് പഠിക്കണമെന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ അത് ഡിവൈഡ് ചെയ്തപ്പോ അവിടെ രണ്ടു സാമ്രാജ്യങ്ങൾ വന്നു. ഒന്ന് the Western Roman Emperor ആണ് വന്നത്. ഒന്ന് വെസ്റ്റേൺ റോമ സാമ്രാജ്യം അഥവാ പാശ്ചാത്യ റോമ സാമ്രാജ്യം എന്ന് പറയും. എങ്ങനെയാണ് അതിനെ പാശ്ചാത്യ റോമ സാമ്രാജ്യം എന്ന് വിളിച്ചത്? കാരണം എന്താണ്? ഇറ്റ്സ് ക്യാപിറ്റൽ, അതിന്റെ ക്യാപിറ്റൽ ആയിട്ട് അവർ ഉപയോഗിച്ചത് എവിടെയാണ്? ഇറ്റ്സ് ക്യാപിറ്റൽ വാസ് റോം. അപ്പൊ റോം എന്ന് പറയുന്ന ആ റോമ സാമ്രാജ്യം, ഇങ്ങനെ വലിയ റോമ സാമ്രാജ്യത്തിലെ റോം എന്ന് പറയുന്ന പ്രദേശത്തെ തലസ്ഥാനമാക്കിയിട്ട് ഒരു സാമ്രാജ്യം ഡിവൈഡ് ചെയ്തു. അതിനെയാണ് അവർ എന്ത് വിളിച്ചത്? വെസ്റ്റേൺ റോം, പാശ്ചാത്യ റോം എന്ന് വിളിച്ചത്. അതേമാതിരി രണ്ടാമത് അവർ ഡിവൈഡ് ചെയ്തപ്പോൾ രണ്ടാമത്തെ സ്ഥാനാണ് ദ ഈസ്റ്റേൺ റോമൻ എംപറർ അഥവാ ഈസ്റ്റേൺ റോമൻ എംപയർ അഥവാ ഈസ്റ്റേൺ റോം എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തെ ഒരു ഭാഗം കട്ട് ചെയ്ത് വെച്ചു. അതെന്താണ്? അതിന് ഇറ്റ്സ് ക്യാപിറ്റൽ വാസ് കോൺസ്റ്റന്റൈനോപ്പിൾ. അപ്പൊ റോമിനെ അടിസ്ഥാനപ്പെടുത്തി വന്ന ഭരണങ്ങളെ നമ്മള് വെസ്റ്റേൺ റോം എന്നും കോൺസ്റ്റാന്റൈനോപ്പിൾ എന്ന് പറയുന്ന പ്രദേശത്തെ തലസ്ഥാനമാക്കി വന്നതിനെ നമ്മൾ ഈസ്റ്റേൺ റോമൻ എന്നും വിളിച്ചു എന്നർത്ഥം. അപ്പൊ നമ്മൾ പറഞ്ഞു റോം വലുതായിരുന്നു. റോം എന്ന് പറയുന്നതിനെ തലസ്ഥാനമാക്കിയിട്ടുള്ള ആ സംഭവത്തെ വെസ്റ്റേൺ റോം എന്നും കോൺസ്റ്റാന്റൈനോപ്പിളിനെ സെന്റർ ഓഫ് പവർ ആക്കി മാറ്റിയിട്ട് അവർ ഡിവൈഡ് ചെയ്ത ആ പാർട്ടിനെ അവർ ഈസ്റ്റേൺ റോം എന്ന് വിളിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ഈ കോൺസ്റ്റാന്റൈനോപ്പിൾ എന്താണ്? ദ ഈസ്റ്റേൺ റോമൻ എംപറർ വാസ് otherwise called ബൈസാന്റിയൻ എംപറർ. അപ്പൊ ഈ കോൺസ്റ്റാന്റൈനോപ്പിളിന് പഴയ കാലത്ത് അറിയപ്പെട്ടിരുന്ന ഒരു പേരാണ് ബൈസാന്റിയൻ എന്നുള്ളത്. അതുകൊണ്ട് കോൺസ്റ്റാന്റൈനോപ്പിൾ തലസ്ഥാനമായി വന്ന ഈസ്റ്റേൺ റോമ സാമ്രാജ്യത്തിന് പിന്നീട് എന്ത് വിളിക്കാൻ തുടങ്ങി? ബൈസാന്റിയൻ എന്ന പേരിൽ ആ സാമ്രാജ്യം അറിയാൻ തുടങ്ങി എന്ന്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ചരിത്രം എന്ന് പറഞ്ഞാൽ ആ ചരിത്രത്തിന്റെ മധ്യകാലഘട്ടം ഫ്രം ദി 5th to 15th സെഞ്ചുറി ആണെന്ന് നമ്മൾ പറഞ്ഞു. ലോകത്തെ എല്ലാ സ്ഥലത്തും അതേ കാലഘട്ടത്തിലല്ല ചരിത്രത്തിന്റെ മധ്യകാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. ആദ്യമായി നമ്മൾ തെരഞ്ഞെടുത്തത് ദ ലാർജസ്റ്റ് എംപറർ, അത് റോമ സാമ്രാജ്യമാണെന്ന് പറഞ്ഞു. ഡിയോക്ലിസ് എന്ന് പറയുന്ന ചക്രവർത്തിയാണ് ഇൻ ദി 4th സെഞ്ചുറി അഥവാ CE 4ാം നൂറ്റാണ്ടിലാണ് ഡിയോക്ലിസ് എന്ന് പറയുന്ന ചക്രവർത്തി അതിനെ വിഭജിച്ചിട്ട് രണ്ടു ഭാഗങ്ങളാക്കുന്നതെന്ന് പറഞ്ഞു. റോമ ആയിരുന്നു എന്ന് പറഞ്ഞു. പിന്നീട് ദ ഫേമസ് എംപറർ ആയിട്ടുള്ള ഡിയോക്ലിസ് ഇൻ ദി 4th സെഞ്ചുറി അതിനെ ഡിവൈഡ് ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ രണ്ടു സാമ്രാജ്യങ്ങളായി എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ രണ്ടു സാമ്രാജ്യങ്ങളിലെ ഈസ്റ്റേൺ റോമൻ എംപയറിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അഥവാ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തെ കുറിച്ച്. കോൺസ്റ്റാന്റൈനോപ്പിൾ ക്യാപിറ്റൽ ആയിട്ട് അവർ ഡിവൈഡ് ചെയ്ത സെക്കൻഡ് ആയിട്ടുണ്ടായിരുന്ന ദ ഈസ്റ്റേൺ റോമൻ എംപയറിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നോക്കൂ, ഈ
പിന്നെ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ, ഈസ്റ്റേൺ റോമ സാമ്രാജ്യത്തെ കുറിച്ച് പറയുമ്പോൾ, ഈസ്റ്റേൺ റോമ സാമ്രാജ്യത്തിന്റെ പേര് ചരിത്രത്തിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു വലിയ മനുഷ്യനുണ്ട്, ഒരു വലിയ ചക്രവർത്തിയുണ്ട്, സമർത്ഥനായ, ധീരനായ, അതിലപ്പുറത്ത് നീതിമാനായ ഒരു ഭരണാധികാരിയുണ്ട്. ചരിത്രത്തിൽ പലപ്പോഴും അദ്ദേഹം അറിയപ്പെട്ടത് നിയമസംഹിതകളെ യോജിപ്പിച്ച് നിർത്തിയ ഒരു നിയമജ്ഞനായിട്ടായിരുന്നു. നിങ്ങളുടെ മുമ്പിലുള്ള ആ ബോർഡ് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. ലോകത്തിലെ ഒരുപാട് ആളുകൾ, ഒരുപാട് ചരിത്രകാരന്മാർ അദ്ദേഹത്തിന്റെ ഭരണ നൈപുണ്യങ്ങൾക്കപ്പുറത്ത് അദ്ദേഹത്തെ വിലയിരുത്തിയത് അദ്ദേഹത്തിന്റെ നിയമങ്ങളെ ക്രോഡീകരിക്കുന്ന കോഡിഫൈഡ് ഓഫ് ലോസ്, നിയമങ്ങളെ ക്രോഡീകരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിലൂടെയാണ് അദ്ദേഹം ചരിത്രത്തിന്റെ ഭാഗമായത്. ആ വാക്കുകൾ പറഞ്ഞ ആളുകളുടെ പേരുകളൊക്കെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കട്ടെ. കാരണം പരീക്ഷകൾക്ക് വരുമ്പോ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു വാക്ക് തന്നിട്ട് അതിനടിസ്ഥാനപ്പെടുത്തി ജസ്റ്റീനിയന്റെ ഭരണങ്ങളെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോ ഈ കുറിപ്പും ഈ സാധനങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവണം. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിലൂടെ വരുന്ന ആ വാക്കുകളെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവട്ടെ. അത് പറഞ്ഞ ചരിത്രകാരന്മാരെയും പണ്ഡിതന്മാരുടെയും പേരുകൾ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവട്ടെ. അപ്പൊ നമ്മൾ ഈസ്റ്റേൺ റോമൻ എംപയർ എന്ന് പറയുന്ന പിന്നെ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തെ കുറിച്ച് നമ്മൾ പരിചയപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന നീതിമാനായ ആ ഭരണാധികാരി ആരാണ്? The famous Eastern Roman Emperor Justinian. അദ്ദേഹത്തിന്റെ പേരാണ് ജസ്റ്റീനിയൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം നൽകിയ ഏറ്റവും വലിയ സംഭാവന, നല്ല ഭരണങ്ങൾക്കപ്പുറത്ത് വളരെ നൈപുണ്യമായ ഭരണങ്ങൾ കാഴ്ചവെച്ച് റോമാ സാമ്രാജ്യത്തിനെ വളരെ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളതിന്റെ അപ്പുറത്ത് അദ്ദേഹം അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവന, the greatest contribution of Justinian, ജസ്റ്റീനിയന്റെ ഏറ്റവും വലിയ സംഭാവന is the codification of all existing Roman laws. റോമിൽ നിലനിൽക്കുന്ന എല്ലാ നിയമങ്ങളെയും ക്രോഡീകരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും നല്ല, അദ്ദേഹത്തിന്റെ റോമൻ സാമ്രാജ്യത്തിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ the greatest contribution. അപ്പൊ നമ്മൾ പറയാണ് the greatest contribution of Justinian is the codification of all existing laws. എല്ലാ നിലനിൽക്കുന്ന നിയമങ്ങളെയും കോഡിഫിക്കേഷൻ നടത്തി എന്നുള്ളതാണ്. എന്നിട്ടോ into a code of law, ഒരൊറ്റ നിയമ സംഹിതയിലേക്ക് അതിനെ ചുരുക്കി. അപ്പൊ പരന്നു കിടക്കുന്ന വിവിധ കാലഘട്ടങ്ങളിലെ വിവിധ വ്യക്തികൾ നടത്തിയ നിയമങ്ങളൊക്കെ അദ്ദേഹം ഒറ്റ into one code of law, ഒരു നിയമ സംഹിതയാക്കി അദ്ദേഹം ചുരുക്കി. ആ നിയമ സംഹിതയുടെ പേരാണ് കോർപ്പസ് ജൂറിയസ് സിവിൽസ്. അതിന്റെ ഓർമ്മ, ആ പേര് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവട്ടെ. കോർപ്പസ് ജൂറിയസ് സിവിൽസ് എന്ന ഒരൊറ്റ നിയമ സംഹിതയിലേക്ക് അദ്ദേഹം ചെയ്തു. അദ്ദേഹം എല്ലാത്തിനെയും കൂടി കോഡിഫിക്കേഷൻ നടത്തി എന്നർത്ഥം. നോക്കൂ, അത് അദ്ദേഹം തോന്നിയ പോലെ എഴുതി വെച്ചിക്കല്ല, കിട്ടുന്നതൊക്കെ വാരി വലിച്ച് എഴുതി കൂട്ടി ഒരു വലിയ നിയമസംഹിത ഉണ്ടാക്കി ചരിത്രത്തിന്റെ ഭാഗമായതല്ല. ആ നിയമസംഹിത എങ്ങനെയുള്ളതാണ്? ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പൽസ് ഓഫ് ഏതൊക്കെ നയങ്ങളിലൂടെയാണ് ആ നിയമസംഹിത ഉണ്ടായിരുന്നത്? പ്രിൻസിപ്പൽസ് ഓഫ് റീസണിംഗ്, ജസ്റ്റിസ്, ജനറോസിറ്റി അഥവാ യുക്തി, പിന്നെ നീതി, അതേമാതിരി ഔദാര്യം. ഇതൊക്കെ ജനങ്ങൾക്ക് നീതിയും യുക്തിയും ഔദാര്യം ഒക്കെ നൽകുന്ന ഒരു നിയമസംഹിതയാക്കിയിട്ടാണ് റോമാ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന മുഴുവൻ നിയമങ്ങളെയും അയാള് ഒരൊറ്റ കോഡ് ഓഫ് ലോയിലേക്ക് ചുരുക്കിയത്. അതാണ് ഈസ്റ്റേൺ റോമൻ ചക്രവർത്തിയായിരുന്ന ദ ഫേമസ് റൂളർ ആയിരുന്ന ജസ്റ്റീനിയന്റെ ചരിത്രത്തിനോടുള്ള ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻസ്. ഇത് ഈ യുക്തിയും നമ്മൾ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി വെക്കണം. റീസണിങ്, ജസ്റ്റിസ്, ജനറോസിറ്റി, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് അയാൾ എന്തുണ്ടാക്കിയത്? കോർപ്പസ് ജൂറിയസ് സിവിൽസ് ഉണ്ടാക്കി എന്ന് പറഞ്ഞു. അതോടുകൂടി തന്നെ മെനി നേഷൻസ്, ഒരുപാട് രാജ്യങ്ങൾ അഡോപ്റ്റഡ് ഇറ്റ്, ഒരുപാട് രാജ്യങ്ങൾ അതിനെ, ഈ നിയമസംഹിതയെ അവരുടെ നിയമങ്ങളോട് കൂട്ടിച്ചേർക്കാൻ അവരതിനെ സ്വീകരിച്ചു എന്നാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ചരിത്രത്തിന്റെ വലിയ ഭാഗമായി തീർന്നിരുന്ന പോരാട്ടങ്ങളുടെ ചരിത്രങ്ങളിലൂടെ ലോകത്തെ തന്നെ ഞെട്ടിവിറപ്പിച്ച നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന് പറയുന്ന ഫ്രഞ്ച് റൂളർ പോലും എന്ത് ചെയ്തു? The French ruler Napoleon also adopted it for his code of law. നെപ്പോളിയൻ ബോണപ്പാർട്ട് ഉണ്ടാക്കിയ നിയമസംഹിതകളുടെ ഭാഗങ്ങളാവാൻ അദ്ദേഹം സ്വീകരിച്ചത് ജസ്റ്റീനിയൻ എന്ന് പറയുന്ന ഈസ്റ്റേൺ റോമൻ ചക്രവർത്തിയുടെ നിയമസംഹിതയായിരുന്നു എന്നുള്ളതാണ് ചരിത്രം. അപ്പോ നമ്മൾ പറഞ്ഞു മിഡീവൽ വേൾഡിനെ കുറിച്ചാണ്, സെന്റേഴ്സ് ഓഫ് പവറിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെന്റേഴ്സ് ഓഫ് പവേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച പോകുന്നത്.
പറഞ്ഞു. ഫസ്റ്റ് ഓഫ് ഓൾ വി സിലക്ടഡ് എന്താണ് റോമ സാമ്രാജ്യമാണെന്ന് പറഞ്ഞു. അതാണ് അൻഷ്യന്റ് പീരീഡിലെ ഏറ്റവും വലിയ ദ ലാർജസ്റ്റ് എംപയർ ആയിട്ടുണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞു. അങ്ങനെ അതിനെ ഇൻ ദി 4th സെഞ്ചുറി സിഇ 4-ാം നൂറ്റാണ്ടിൽ ഡിയോക്ലിസ് എന്ന് പറയുന്ന ചക്രവർത്തി അതിനെ ഡിവൈഡഡ് ഇൻടു 2 പാർട്സ് എന്ന് പറഞ്ഞു. ഒന്ന് ക്യാപിറ്റൽ റോമ ആയിട്ടുണ്ടായിരുന്ന, പിന്നെ എന്താ പറയാ വെസ്റ്റേൺ റോമ സാമ്രാജ്യം, അതേമാതിരി കോൺസ്റ്റന്റൈനോപ്പിൾ ക്യാപിറ്റൽ ആക്കി സെന്റർ ആക്കിയിട്ടുണ്ടായിരുന്ന ഈസ്റ്റേൺ റോമ സാമ്രാജ്യം എന്ന് പറഞ്ഞു. ജസ്റ്റീനിയൻ എന്ന് പറയുന്ന ദ ഫേമസ് റൂളറിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമ്മൾ ഈ കോഡ് ഓഫ് ലോയിനെ കുറിച്ചുള്ള കോർപ്പസ് ജൂറിയസ് സിവിൽസിനെ കുറിച്ചുള്ള ചർച്ചകളാണ്. സമയം നമ്മുടെ ഇതൊരു മൊബൈൽ വഴിയുള്ള ഒരു സംഭവം ആയതുകൊണ്ട്, നിങ്ങൾക്ക് ലിങ്ക് തന്നിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ഈ ക്ലാസിന്റെ ദൈർഘ്യം കൂടാതിരിക്കാൻ തൽക്കാലത്തേക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനി നമ്മൾ ഈ കോർപ്പസ് ജൂറിയസ് സിവിൽസിന്റെ വിശദ വിവരങ്ങളുമായും റോമ സാമ്രാജ്യത്തിന്റെ ബാക്കി കാര്യങ്ങളുമായും നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുകൊണ്ട് പാർട്ട് 2 വരുമ്പോഴേക്കും നിങ്ങൾ ഈ ക്ലാസ്സിനെ പ്രതീക്ഷിച്ചിരിക്കുക. ഇതിൽ വന്ന ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുക. അതുപോലെ ഇതിലെ വളരെ വലിയ നല്ല പോയിന്റുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒക്കെ വരുമ്പോൾ നമ്മൾ അത് വിശദമായി എഴുതണമെങ്കിലൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ അത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോ വീണ്ടും കാണുമ്പോഴേക്കും ബെസ്റ്റ് ഓഫ് ലക്ക്.